ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ്യുവികളിൽ ഒന്നായ മഹീന്ദ്ര സ്കോർപിയോ എന്നിന് രാജ്യത്തിനകത്ത് മാത്രമല്ല പുറത്തും ആവശ്യക്കാരേറെയാണ്. സ്കോർപിയോ എന്നിനെ അടിസ്ഥാനമാക്കിയുള്ള പിക്കപ്പ് ട്രക്ക് കഴിഞ്ഞ വർഷം മഹീന്ദ്ര അവതരിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ദക്ഷിണാഫ്രിക്കയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഗ്ലോബൽ പിക്കപ്പ് ട്രക്ക് കൺസെപ്റ്റിന് സമാനമായ ഒരു മഹീന്ദ്ര പിക്കപ്പ് ട്രക്ക് ഇന്ത്യയിൽ പരീക്ഷണയോട്ടം നടത്തുന്നതിന്റെ വീഡിയോ ആണ് ഇന്റർനെറ്റിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ നിന്നുള്ള സ്പൈ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. മഹീന്ദ്ര ഗ്ലോബൽ പിക്കപ്പ് ട്രക്ക് ഭാഗികമായി മറച്ചിരിക്കുന്നതും പരീക്ഷണോട്ടം നടത്തുന്നതുമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതൊരു വാണിജ്യ വാഹനമാണോ, ടൊയോട്ട ഹൈലക്സ് പോലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വാഹനമാണോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. വീഡിയോയിൽ കാണുന്ന വാഹനം പിക്കപ്പ് ട്രക്കിന്റെ സിംഗിൾ ക്യാബ് പതിപ്പായതിനാലാണ് ഈ ഒരു സംശയം ഉയർന്നു വന്നത്. ലൈഫ് സ്റ്റൈൽ വാഹനം തേടുന്ന ഉപയോക്താക്കൾ സിംഗിൾ ക്യാബുകൾ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടാറില്ല. സ്കോർപിയോ ബ്രാൻഡിന് ഹാനികരമായേക്കാം എന്നതിനാൽ ഈ വാഹനം അന്താരാഷ്ട്ര വിപണികളിൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബ്രാൻഡിന്റെ സ്കോർപിയോ ട്രേഡ്മാർക്ക് നാമം അടിസ്ഥാനമാക്കി ഗ്ലോബൽ പിക്കപ്പിന് സ്കോർപിയോ എക്സ് എന്ന പേര് നൽകുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത് യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സ്പൈഷോട്ട് പിക്കപ്പ് ട്രക്കിന്റെ സിലൗട്ടിന്റെ പൂർണ്ണം വ്യക്തമായ കാഴ്ച നൽകുന്നതോടൊപ്പം മുൻവശത്തെ ചില ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സ്കോർപിയോ എസ്യുവിയുടെ ഭൂരിഭാഗം ഡിസൈനും നിലനിർത്തുന്നുണ്ടെങ്കിലും നീളം കൂടുതലാണ്. വെർട്ടിക്കൽ സ്ലാറ്റുകളുള്ള കറുത്ത ഗ്രില്ലും ഇരട്ട പീക്ക് മഹീന്ദ്ര ലോഗോയും ഡ്യുവൽ ടോൺ അലോയ് വീലുകളും ഇതിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ORVM-കളിൽ സംയോജിപ്പിച്ച ഇൻഡിക്കേറ്ററുകളും ഇതിലുണ്ട്. കൺസെപ്റ്റ് പതിപ്പിൽ കാണപ്പെട്ടിരുന്ന നിരവധി കരുത്തുറ്റ ഡിസൈൻ ഘടകങ്ങളുടെ അഭാവം ടെസ്റ്റ് മ്യൂളിൽ എടുത്തു കാണിക്കുന്നുണ്ട്. സ്നോർക്കൽ, റൂഫ് മൗണ്ടഡ് LED ആക്സസറികൾ, 4 ഡോറുകൾക്ക് പ്രത്യേക ഫുട്ബോർഡുകൾ എന്നിവയാണ് അവയിൽ ചിലത്. 2 ഡോറുകളുള്ള സിംഗിൾ ക്യാബിൻ പതിപ്പാണ് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. മഹീന്ദ്ര സ്കോർപിയോ എന്നെ അടിസ്ഥാനമാക്കിയുള്ള ഗ്ലോബൽ പിക്കപ്പ് ട്രക്കിൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ 2.2 ലിറ്റർ എംഹോക് ഡീസൽ എഞ്ചിന്റെ പുതുക്കിയ പതിപ്പ് ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹീന്ദ്ര സ്കോർപിയോ എന്നെ അടിസ്ഥാനമാക്കിയുള്ള ഗ്ലോബൽ പിക്കപ്പ് ട്രക്കിൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ 2.2 ലിറ്റർ എംഹോക് ഡീസൽ എഞ്ചിന്റെ പുതുക്കിയ പതിപ്പ് ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കോർപിയോ എസ്യുവിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പിക്കപ്പ് വാണിജ്യ മേഖലയെ ഉദ്ദേശിച്ച് റീട്യൂൺ ചെയ്തേക്കാം. ഇത്തരമൊരു വാഹനം പുറത്തിറക്കുന്ന കാര്യം മഹീന്ദ്ര ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കൊമേഴ്ഷ്യൽ പതിപ്പിനൊപ്പം മഹീന്ദ്ര ഇതേ മോഡലിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ പതിപ്പ് പുറത്തിറക്കാനും സാധ്യതയുണ്ട്. 25 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ഈ കാർ ഇസുസു V-Cross, ടൊയോട്ട ഹൈലക്സ് എന്നിവയോടായിരിക്കും മത്സരിക്കുക. 2026-ൽ ഈ വാഹനം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിക്കപ്പ് ട്രക്കുകൾക്ക് നിലവിൽ ഇന്ത്യൻ വിപണിയിൽ അത്ര പ്രചാരമില്ല. മഹീന്ദ്രയുടെ കടന്നുവരവ് ഈ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും. SUV വിഭാഗത്തിൽ മഹീന്ദ്രയ്ക്കുള്ള വിശ്വാസ്യത കൂടി പരിഗണിക്കുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കൾ ലൈഫ് സ്റ്റൈൽ വാഹനങ്ങൾ തേടി ഷോറൂമുകളിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട്.